السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا. ഏറെ ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കാരണവന്മാരെ, പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ മാസത്തെ അവസാനത്തെ 10 ദിവസവും റമളാനിലെ ഈ ആദ്യത്തെ 10 ദിവസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ എന്ത് മാറ്റമാണ് നമുക്കുണ്ടായത് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സ്വതക്ക, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ കുടുംബബന്ധം, അള്ളാഹുവായിട്ടുള്ള നമ്മുടെ മറ്റ് സുന്നത്തുകളൊക്കെ എടുത്തിട്ടുള്ള ഒരു ബന്ധം, ഇങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റിയത് എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. ഖുർആൻ പാരായണം, അതിൻ്റെ പഠനം, അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു ശിഫ, അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭമാണ്. പോരായ്മകൾ വന്നവർ അത് തിരുത്തി മുന്നോട്ട് പോവുക, കൂടുതൽ നന്നായി ചെയ്യാൻ പരിശ്രമിക്കുക, അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരം, നമ്മുടെ മറ്റ് ഇബാദത്തുകൾ, അമലി സ്വാലിഹാത്തുകൾ, സദക്കകൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു സഫലമാക്കി തരികയും ചെയ്യുമാറാവട്ടെ. സ്വർഗത്തിലേക്കുള്ള പാതയെക്കുറിച്ചാണ് പറയേണ്ടത്. സ്വർഗവും നരകവുമൊക്കെ ചെറുപ്പത്തിലേ കേട്ട് ശീലമുള്ള ആളുകളാണ് നമ്മൾ. നരകത്തിലേക്ക് പോകാൻ എത്ര ആൾ റെഡിയുണ്ട് എന്ന് ചോദിച്ചാൽ ആരും തയ്യാറാവില്ല. എല്ലാവർക്കും സ്വർഗമാണ്. മുമ്പ് MSM നടത്തുന്ന ഒരു റെസിഡൻഷ്യൽ ക്യാമ്പിൽ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ കുട്ടികൾ ഒരു 50ഓളം കുട്ടികളുണ്ട്, ആൺകുട്ടികൾ. അവരുടെ ക്യാമ്പിൽ ചെന്നപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ചു. നമുക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പിന്നൊരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കെൻ്റെ ഉള്ളിലൊരു ഉത്തരം ഉണ്ടാവും. ഇവിടെ ഇരിക്കണ ഓരോരുത്തർക്കും ഓരോ ഉത്തരം ഉണ്ടാവും. കാരണം അത് കിട്ടാനുള്ള വഴി എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതിലേക്ക് എത്താനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യണ്ടോ എന്നുള്ളതാണ് വേറെ വിഷയം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ സംഗതിയും നമുക്കറിയാം. അറഫ്തുമുൽ ജന്ന വലം തത്ലുബു. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്ന ഇറാഖിലൊരു പണ്ഡിതൻ പറയുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോയ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, അറഫ്തുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തെപ്പറ്റി അറിയാം, പക്ഷെ നിങ്ങളത് അന്വേഷിച്ച് ചെല്ലണില്ല എന്നുള്ള. അറഫ്തുമുന്നാർ, നിങ്ങൾക്ക് നരകത്തെക്കുറിച്ചും അറിയാം, പക്ഷെ വലം തഹ്റുബു മിൻ, നിങ്ങൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കണില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ കുറച്ച് കുട്ടികൾ പറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞ കുറച്ച് കുട്ടികൾ.
ചില കുട്ടികൾ, ഇന്നത്തെ കുട്ടികളല്ലേ, ഓപ്പണാണ്, കിട്ടൂല, തീർത്തു പറഞ്ഞു, കിട്ടൂല സർ, കിട്ടൂല. വേറെ ചില ആൾക്കാർ പറഞ്ഞു കിട്ടുവയ്ക്കാരം. വേറെ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തിയത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. അപ്പോൾ കിട്ടുമെന്ന് ഉറപ്പുള്ളവരുണ്ടാവും അല്ലേ, കിട്ടൂല എന്ന് ഉറപ്പുള്ളവരുണ്ടാവും. ഇവർക്കൊക്കെ രക്ഷപ്പെടാൻ വഴികളുണ്ട്. കിട്ടുവയ്ക്കാരം എന്ന് പറഞ്ഞാൽ അതൊരു സാധ്യതയാണ്. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഹല്ലി മൂടാണ് നമ്മളെ കുട്ടിക്ക്. ഹല്ലിയാണ്, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അവരിതിനെ മനസ്സിലാക്കിയത് ശരിക്കും മനസ്സിലാത്തതുകൊണ്ടാണല്ലോ. മറ്റവർക്കൊക്കെ ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ട്. നമ്മൾക്കും അതേപോലെ നമ്മൾ നമ്മളോടൊക്കെ ചോദിച്ചാൽ നമുക്ക് കിട്ടുമോ? അപ്പോൾ നമ്മളെ നിസ്കാരം എടുത്ത് നോക്കും, നമ്മളെ മറ്റേ അമലൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നുക ചുളിവിലൊക്കെ ഇങ്ങനെ മെല്ലെ കണ്ട് നമ്മളേക്കണ്ട് കയറിപ്പോകും എന്ന് വിചാരിക്കും നമ്മൾ. അത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ആ ചിന്തയെ നമ്മൾ പെർഫെക്റ്റ് ആക്കി നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി അടുക്കും ചിട്ടയും ആക്കിയാൽ നമുക്ക് ഈ സമയം തന്നെ മതിയാവും സ്വർഗം നേടിയെടുക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവസാനമായി സ്വർഗത്തേക്ക് വരികയാണ്. കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഉറങ്ങുക, ഉറക്കം വരുന്നവരെ കുറച്ച് ചാരി ഇരിക്കുക, നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങുക അല്ലേ. മാഷന്മാരൊക്കെ ഉണ്ട്, ഉസ്താദന്മാരൊക്കെ ഉണ്ട്. ഇവിടെ ക്ഷീണം ഉണ്ടാവും, നോമ്പല്ലേ, നമ്മൾ വെയിലത്ത് നിന്നൊക്കെ കയറി വരുമ്പോൾ കുറച്ച് ഉറപ്പൊക്കെ ഉണ്ടാവും. സാരമില്ല, ഞങ്ങളൊരു 5 മിനിറ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് ഉറങ്ങി 5 മിനിറ്റ് വന്നിരിക്കുക. എന്നാൽ തന്നെ ഇഷ്ടംപോലെ നമ്മൾ കേൾക്കുന്നുണ്ട്. കേട്ടോക്കെ നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല. ഞാൻ ഉറങ്ങണമെന്ന് നോക്കിയാൽ മതി, ഞാൻ ഉറങ്ങുന്നുണ്ടോന്നേ നോക്കിയാൽ മതി. പിന്നെ എന്താ ഇപ്പോൾ പറഞ്ഞേ? എന്തിനെ പറ്റിയാ പറഞ്ഞേ? സ്വർഗത്തൊക്കെ ഉണ്ട് ഇവിടെ. സ്വർഗത്തെ പറ്റിയാ പറഞ്ഞേ. എന്തൊരു വലിയ വിഷയം പറയണ നിങ്ങൾ ഉറങ്ങുക. ഇത് കയ്യിൽ നിന്ന് പോയാൽ പോയി, ജീവിതം പോയി. സ്വർഗം കിട്ടാതെ ഒരു മനുഷ്യൻ പോയാൽ കൊണ്ട് ജീവിതം പോയി. അത്ര ഗൗരവമുള്ള വിഷയമാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഉറങ്ങാവില്ല, നിങ്ങൾ ചിന്തിക്കാവും. പുളിക്കക്കാരങ്ങനെയാണ്, ചിന്ത കൂടുതലാണ് നമുക്ക്. ഏതായാലും അല്ലാഹു തആല നമ്മളെല്ലാം ഹൈറാക്കി തരട്ടെ. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നത് അവസാനം സ്വർഗത്തേക്ക് വന്ന ഒരു സഹോദരനെ പറ്റി പറയാണ്. ഈ അവസാനം വരിക എന്നാൽ ആദ്യം കുറേ ആൾക്കാർ സ്വർഗത്ത് പോയിണ്, നല്ല അമലുള്ളവര്, നല്ല ദറജുള്ളവരൊക്കെ പോയിണ്. അവസാനം ഒരു സഹോദരൻ സ്വർഗത്തേക്ക് അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ സ്വർഗം അങ്ങോട്ട് കിട്ടുന്നു. ഈ എൻ്റെ അടിമക്ക് നിങ്ങൾ സ്വർഗം കൊടുക്കുക എന്ന് അല്ലാഹു തആല മലായിക്കത്തുകളോട് പറയണം. അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം ഭയങ്കര സന്തോഷമാണ്. കാരണം മഹ്ശറിലെ വിചാരണയൊക്കെ നേരിട്ട് അവസാനം ചില റിവായത്തുകൾ പറയുന്നത് അദ്ദേഹം നരകത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നാണ്. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ട് അള്ളാഹിൻ്റെ ചില റഹ്മത്തുകൾ കൊണ്ട്, അഖീദൻ്റെ ചില പവർ കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഹത്വം കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ആകാമെന്നാണ് മുഹദ്ദിസുകൾ അതിന് വിശദീകരണം കൊടുക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ മലായിക്കത്തുകൾ അദ്ദേഹത്തെ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ സ്വർഗത്തിന് അവകാശം എന്ന് പറഞ്ഞോടുകൂടി തന്നെ അദ്ദേഹത്തിന് സ്വർഗം കിട്ടിയ പോലെ, സ്വർഗത്തിലെത്തിയ പോലെ ഫീലാണ്. നമുക്കുണ്ടല്ലോ ഒരു സന്തോഷം അങ്ങനെ ചിലത്. അപ്പം അദ്ദേഹം ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പച്ച വിരിപ്പിട്ട പോലെ മനോഹരമായ ഇങ്ങനെ പുൽമേടുകളിലൂടെ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെ 100 കണക്കിന് മലായിക്കത്തുകൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ അകമ്പടി സേവിക്കുന്നുണ്ടെന്നാണ്. നമ്മളെ VIP കൊണ്ടുപോകണമാതിരി ഇങ്ങനെ നമ്മുടെ ഭാവനയിൽ അതൊക്കെ വരുള്ളൂ. കാരണം നമ്മൾ കണ്ട കാഴ്ച അത്രയാണ്. അതൊന്നുമല്ല അവിടെ. ഒരു ഭാവനയിലും വിരിയാത്ത മനോഹരമായ നിഅമത്താണ് സ്വർഗത്തിൽ കാത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ ഇങ്ങനെ കൂട്ടിങ്ങനെ കൊണ്ടുപോകണം. ഇയാളിങ്ങനെ ഭയങ്കര അഭിമാനബോധത്തോടും കൂടെ മലായിക്കത്തുകളുടെ കൂടെ അല്ലേ, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട 100 കണക്കിന് 1000 മലായിക്കത്തുകൾ ഇങ്ങനെ അകമ്പടി സേവിക്കുമ്പോണ്ടാണ് ഒരു മനോഹാരിത എത്ര സുന്ദരായിരിക്കും. നമുക്കത് ആലോചിക്കാൻ പറ്റും. ഇങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇയാൾ ഇങ്ങനെ തേനിൻ്റെ അരുവികൾ കാണുന്നു, പാലിൻ്റെ പുഴകൾ കാണുന്നു. അതിനിടയിൽ ഇങ്ങനെ ആനന്ദിക്കാനുള്ള കുറേ വിഭവങ്ങൾ ഇങ്ങനെ ചെറുതായി കിട്ടുന്നു. കാഴ്ചകളൊക്കെ സുന്ദരാണ്. എല്ലാ അലസതയും അല്ലെങ്കിൽ ക്ഷീണവും ഒന്നും ബാധിക്കാത്ത ഏറ്റവും സുന്ദരമായൊരു കാഴ്ചയിലൂടെ ഇയാൾ ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് ഇയാൾ പെട്ടെന്ന് ഇയാളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വിത്തിൽ നിന്നൊരു തൈ മുളച്ചിങ്ങനെ പൊന്തി അതിനിങ്ങനെ ചില്ലകൾ വന്ന്
അതിൽ നിറയെ ഇലകൾ വന്ന് നിറയെ കായ്കനികൾ ഇങ്ങനെ നിറഞ്ഞ് തൂങ്ങാണ്. ഭയങ്കര അത്ഭുതമായി ഇദ്ദേഹത്തിന്. കാരണം നമ്മളാരും ഈ മരം വലുതാകണേ കാണുന്നില്ലല്ലോ. നമ്മളിങ്ങനെ നട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിറ്റേന്ന് നേരം വെളുത്ത് ചെല്ലുമ്പോൾ ഇത് വലുതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൂവിട്ടുണ്ടാവും, അല്ലെങ്കിൽ കായ് ഒന്നും ഉണ്ടാവും. ഇത് വലുതാണ് ഇങ്ങനെ നമ്മൾ കാണുന്നില്ല. ഇത് ഇയാളുടെ കൺമുമ്പിൽ ഇതിങ്ങനെ വളർന്ന് വളർന്ന് ഇങ്ങനെ വലുതായി ഇങ്ങനെ വലിയൊരു വൃക്ഷമായി മാറുക. അപ്പോൾ ഇയാൾ ഇതിലെ ഈ പഴങ്ങളിങ്ങനെ വ്യത്യസ്തമായ വർണ്ണങ്ങളിലുള്ള പഴങ്ങളിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഇതിൻ്റെ ഇലകളൊക്കെ വ്യത്യസ്തമായ വർണ്ണങ്ങളിലുള്ളതാണ്. വലിയ ആനച്ചെവി പോലെയുള്ള വലിയ വട്ടത്തിലുള്ള ഇലകളൊക്കെയാണ് അതിനുള്ളതെന്നാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ മരത്തിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് ഇങ്ങനെ നെയ്തെടുത്തതുപോലെ മനോഹരമായിട്ടാണ് ഉള്ളതെന്നാണ്. ഇതിൻ്റെ ചെല്ലകൾ, ഇതിൻ്റെ പഴങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര കൊതിയായി. അപ്പോൾ അദ്ദേഹം മലായിക്കത്തുകളോട് പറയുന്നുണ്ട്, മലായിക്കത്തുകളെ, എനിക്ക് ആ മരത്തിൻ്റെ അടുത്തേക്കൊന്ന് പോകണം, എനിക്കതിൽ ഒരു കായ്കനി ഒന്ന് പറിച്ച് കഴിക്കണം എന്ന് പറയാണ്. മലായിക്കത്തുകൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അനുമതി വേണം. അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചോനെ എനിക്ക് ഒന്നും വേണ്ട, ഇത്ര നല്ലൊരു കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇതിനേക്കാളും വലുതൊന്നും ഇനി വരാനും ഉണ്ടാവില്ല, അതുകൊണ്ട് എന്നെ ആ മരത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറയണം, എനിക്ക് ആ പഴമൊന്ന് പറിച്ച് കഴിക്കണം എന്ന് പറയാണ്. അപ്പം അള്ളാഹുവിൻ്റെ ശബ്ദം അവർ കേൾക്കും. വല്ല പറയും, ഇനിയൊന്നും ചോദിക്കരുതിട്ടോ എന്നാണ് പറയണത്. ചിലത് നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു സാധനം കണ്ടാൽ ഇനിയൊന്നും ചോദിക്കരുത് പറഞ്ഞാൽ അത് എന്താ ചോദിച്ചാൽ നമുക്കൊരു ജിജ്ഞാസ ഉണ്ടോ. ഇതൊക്കെ ഭയങ്കര. ഇയാൾ പറയണ മറുപടി എന്താണ് അറിയില്ല, ഇനി എന്ത് ചോദിക്കാനാ പടച്ചോനെ, ഇതിനേക്കാളും വലിയത് ഇനി ഉണ്ടാകേ. അപ്പൊ നമ്മൾ മനസ്സിലായിട്ട് ലെവൽ അത്ര എത്തി, ഇതിനേക്കാളും മെച്ചപ്പെട്ടത് ഇനി ഉണ്ടാകേ സാധ്യതയില്ല, അതുകൊണ്ട് ഇനി ഒന്നും ചോദിക്കേണ്ടി വരില്ല, ചോദിക്കൂല എന്ന് പറയാണ്. അങ്ങനെ മലായിക്കത്തുകൾ ഈ മരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ ഈ പഴം പറിക്കാൻ വേണ്ടി ഈ ചില്ലയിലേക്ക് ഇങ്ങനെ ചാടുകയാണ്. അപ്പോഴാണ് അത്ഭുതം. ഫുതൂഫുഹാ ദാനിയ, അതിൻ്റെ ചില്ലകൾ ഇങ്ങനെ താഴ്ന്ന് 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 ഇയാളുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഇയാളിതിൽ പഴം പറിക്കുകയാണ്, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രുചി ജീവിതത്തിൽ അയാൾ അനുഭവിച്ചിട്ടില്ല. അതിൻ്റെ മണം, അതിൻ്റെ ഒരു സുഖം, അത് കഴിച്ചാൽ കിട്ടുന്ന ഒരു അനുഭൂതിയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അയാൾ അനുഭവിക്കുന്നത്. അങ്ങനെ അയാളിത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയായിട്ടും അയാൾക്ക് വിശപ്പ് തീരുന്നില്ല, മടുപ്പ് വരുന്നില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ഒരു ആപ്പിളാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ കുറേ ദിവസം കെഞ്ചി കെഞ്ചി പറഞ്ഞു ഒരു ആപ്പിൾ കൊണ്ടുവരും വാപ്പ, ഒരു ആപ്പിൾ കൊണ്ടുവരും വാപ്പ. അപ്പം നമ്മളിങ്ങനെ മടിച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊരു കൊട്ട ആപ്പിൾ കൊണ്ടുപോയി കൊടുത്തു മക്കൾക്ക്. ഒരു കൊട്ട നാല് പൂരി തീരട്ടെ, ഒരു കൊട്ട ആപ്പിൾ കൊണ്ടുകൊടുത്തു അല്ലേ. ആദ്യത്തത് നമ്മളെ മോനുണ്ട് എടുക്കുമ്പോണ്ടാണ് അവൻ്റെ കണ്ണും മുറൊക്കെ നമ്മൾ കാണും, അതിൻ്റെ ഒരു തിളക്കത്തിലായിരിക്കും. ചിലപ്പോൾ അത് കഴുകണമെന്നോ ബിസ്മി ചൊല്ലണമെന്നോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അത്ര കൊതി ഉണ്ടെങ്കിൽ മൂപ്പർ അത് വേഗം കടിച്ചു പോകും അല്ലേ. ഒന്ന് തിന്ന് രണ്ടാമത്തത് ചിലപ്പോൾ കൊതിയോടെ തിന്നും, മൂന്നാമത്തത് എടുക്കുമ്പോഴോ ആദ്യത്തെ അടുത്ത് കൊതി ഉണ്ടാവുമോ? ഉണ്ടാവില്ലേ? തലാട്ടുണ്ടെങ്കിൽ ഉറങ്ങിയ ഉറപ്പുവരുത്താനേ ഉണ്ടാവില്ലേ? മൂന്നാമത്തെ എടുക്കുമ്പോൾ ഇങ്ങനെ അത് വിചാരിച്ചാൽ ആപ്പിളിനോ നമുക്ക് പഴയമാതിരി ടേസ്റ്റ് ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. കാരണം രണ്ടെണ്ണം പള്ളയിലായപ്പോൾ തന്നെ നമ്മളെ ഏകദേശം അതിൻ്റെ പൂതി കഴിഞ്ഞ്. സ്വർഗം അങ്ങനെയല്ലല്ലോ, മടുപ്പില്ലല്ലോ, പൂതി തീർന്നില്ലല്ലോ, കൊതി അവസാനിക്കണില്ലല്ലോ. എന്തൊരു രസമായിരിക്കും അത്. അപ്പം അദ്ദേഹത്തോട് മലായിക്കത്തുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എല്ലാം ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ, പോണ്ടേ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് പരിസരബോധം ഓർമ്മ വരുന്നതെന്നാണ്. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോണതിൻ്റെ ഇടയിൽ അത് അടുത്ത മരം, ഇതേപോലെ വേറൊരു മരം, നേരത്തെ കണ്ടതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മരം, അതിൽ വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ തൂങ്ങിയാടാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും അള്ളാഹുവിനോട് പറയാം, അള്ളാഹ് ഇനിയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അതും കൂടി മതി, ഇനിയൊന്നും ചോദിക്കൂല, അത് മതി എന്ന് പറയുന്നത്. അങ്ങനെ കുറേ കാഴ്ചകളും അനുഭവങ്ങളും ഇതൊക്കെ ആയിട്ട് ഇദ്ദേഹം ഇങ്ങനെ വലിയ ഒരു കവാടത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ എത്തുകയാണ്. അവിടെ ഇങ്ങനെ എത്തുമ്പോൾ അള്ളാഹ് വിളിച്ചു പറയുന്നതാണ്, എൻ്റെ പ്രിയപ്പെട്ട അടിമ, നീ ക്ഷമിച്ചത് നിമിത്തം, നീ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചത് നിമിത്തം, എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചത് നിമിത്തം മനോഹരമായ എൻ്റെ സ്വർഗത്തിലേക്ക് നീ കയറിക്കോ എന്ന് പറയുന്ന കവാടങ്ങനെ മലർക്ക തുറക്കും. ആയിരക്കണക്കിന് മലായിക്കത്തുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു പാൽപ്പുഴ പോലെ പുറത്തേക്ക് ഒഴുകും. ഒരു വിഭാഗം ആളുകൾ ഇതുപോലെ ഇങ്ങനെ മലായിക്കത്തുകൾ അങ്ങോട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ടെന്ന് ഹദീസിൽ കാണാം. അകത്തോട്ട് കയറുന്നവരൊന്നും പുറത്തേക്ക് വരുന്നില്ല, പുറത്തേക്ക് വരുന്നവരൊന്നും അകത്തോട്ട് പോകുന്നില്ല
അപ്പൊ അതിൻ്റെ ഒരു വിശാലത പറയാനാണ്. അത്ര വിശാലമാണ് സ്വർഗം. ഓരോ ദർജകളും സ്വർഗവും ആകാശവും ഭൂമിയും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടെന്നാണ്. 100 ദർജ ഉണ്ട്. ദർജ ഏറ്റവും ടോപ്പ് ജന്നാത്തുൽ ഫിർദൗസാണ്. അംബിയാ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അങ്ങനെയുള്ള ഉത്തമരായ ആളുകളൊക്കെ ഉള്ളത് ഈ ജന്നാത്തുൽ ഫിർദൗസിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ എപ്പോഴും ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണേ എന്ന് പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞത്. ആ സ്വർഗം അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പാ പറയണേ. ആകാശങ്ങളുടെയും ഭൂമിയുടെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ട് എന്നാണ്. എത്ര വിശാലമായിരിക്കും സ്വർഗം അല്ലേ? അപ്പൊ ഇദ്ദേഹത്തോട് ഈ വാതിലിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇങ്ങനെ ഇനി സ്വർഗത്തേക്ക് ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറയാണ്. അദ്ദേഹം ആകെ സ്തംഭിച്ച് നിന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹദീസിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണാം. പടച്ചോനെ, അപ്പം ഞാൻ ഇതുവരെ എവിടെയിനി എന്നാണ് അദ്ദേഹം ചോദിക്കണം. പടച്ചോനെ, ഞാനപ്പോൾ ഇത്ര നേരെ എവിടെയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. എവിടെത്തിയെന്നാണ് സ്വർഗത്തിലെത്തിയെന്നാണ്. കാരണം ഒരു ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന അത്ര സുഖങ്ങൾ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്ര സുഖം അയാൾ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് അള്ളാഹ് പറയുന്നത് യഥാർത്ഥ സ്വർഗത്തിലാണ് കയറാൻ. മലായിക്കത്തുകൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇതുവരെ താങ്കൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലായിരുന്നു എന്നാണ്. സ്വർഗത്തിലേക്കുള്ള വഴിയിലായിരുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ തന്നെ സ്വർഗീയമായ അനുഭവത്തിൻ്റെ മനോഹരമായ ഇടങ്ങളാണ് എന്നറിയുമ്പോഴാണ് ആ സ്വർഗത്തിൽ എന്തുണ്ടായ. അപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു കണ്ണിനും കാഴ്ചയിൽ വിരിയാത്ത, ഒരാളുടെ ഭാവനയിൽ വിരിയാത്ത, അല്ലെ ഒരു കലാകാരൻ്റെയും ഒരു വരയിലോ അല്ലെങ്കിൽ വരിയിലോ പുറത്തു വരാത്ത അത്ര മനോഹരമാണ് സ്വർഗത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. സ്വർഗം ഞാൻ പറയില്ല, അത് തുടക്കത്തിലൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. സ്വർഗം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഞാനൊരൊറ്റ ആയത്ത് അത് നിങ്ങളെ പരിചയപ്പെടുത്തി അതിൻ്റെ ആശയം പറഞ്ഞ് അവസാനിപ്പിക്കും. അതിലുണ്ട് സ്വർഗം കിട്ടാൻ ആവശ്യമായ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങൾ അതിലുണ്ട്. വേറെയും കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. 10 കാര്യങ്ങൾ പറയണ ഒരായത്തുണ്ട് ഖുർആനിൽ. നമ്മളെ കടമകളെ പറ്റിയാണ്, നമ്മുടെ ഉത്തരവാദിത്തത്തെ പറ്റിയാണ്, നമ്മുടെ ബാധ്യതകളെ പറ്റിയാണ്. പക്ഷെ അത് നിർവഹിക്കാൻ നമ്മൾ തയ്യാറായാൽ, അത് മനസ്സിലാക്കിയാൽ ഒരുവിധം നമുക്ക് സ്വർഗപ്രവേശനത്തിലേക്ക് സാധ്യമാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് സൂറത്തു നിസായിലെ ഒരായത്തിൽ ഇബാദത്തിനെ കുറിച്ചാണ് ഒരു ഭാഗം, ഇബാദത്ത്. മറ്റൊന്ന് ഇഹ്സാനെ കുറിച്ചാണ്, ആരാധനയും നന്മകളുമാണ്. ആ കടമകൾ ഒന്നാമത്തത് പറയുന്നത് വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ എന്നാണ്. നമ്മൾ ക്ലിയർ ആക്കേണ്ട ഒരു ഭാഗമാണ്. പലപ്പോഴും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുമെന്ന് തോന്നരുത് നമുക്ക്. നമ്മുടെ പ്രിയപ്പെട്ടവർ, ചുറ്റുവട്ടത്ത് ജീവിക്കുന്നവർ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, സുഹൃത്തുക്കൾ, നമ്മുടെ അങ്ങാടിയിലെ ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടല്ലോ. എല്ലാവരും സ്വർഗത്തിലെത്തണമെന്നാണ് ആഗ്രഹം. അപ്പം എങ്ങനെ സ്വർഗത്തിലെത്തുക? അപ്പം നമ്മൾ ഇതുപോലൊക്കെ എങ്ങനെയെങ്കിലും എത്തിക്കോളും. എങ്ങനെയെങ്കിലും എത്തൂല. ഖുർആൻ പറഞ്ഞതുപോലെ നമ്മൾ പോയാൽ എത്തുള്ളൂ. അതിലൊന്ന് പറഞ്ഞത് അതാണ്, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ. നമ്മുടെ കടമകളിൽ സ്വർഗം കിട്ടാൻ ഏറ്റവും അത്യാവശ്യമായത് നമ്മുടെ സ്രഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. മുആദ് റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുആദ് റളിയല്ലാഹു യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞേക്കാണ്. അവിടുത്തെ ഗവർണറൊക്കെയായി വന്ന ആളാണ് മുആദ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലരെ, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി മിനൻ നാർ. അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ പറ്റുന്ന, നരകത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങളൊന്ന് പറഞ്ഞു തരണേ. അപ്പൊ ഖാല, റസൂലുള്ളാഹി പറയാണ്, ലഖദ് സഅൽതനി അൻ അളീം. വലിയൊരു സംഭവത്തെ കുറിച്ചാണ് ചോദിച്ചത്, വലിയൊരു ചോദ്യമാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി. അള്ളാഹു എളുപ്പാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അയാൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും കാര്യങ്ങളൊക്കെ. ഒന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ. ഒന്ന് ശിർക്ക് ചെയ്യരുത്. അല്ലാത്തവരോടുള്ള ഒരു പരിപാടി ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം, പ്രാർത്ഥനയാവട്ടെ, സഹായതേട്ടമാവട്ടെ,
നമുക്ക് നമ്മുടെ പരിധിക്കപ്പുറത്ത് നിന്ന് നമ്മുടെ നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ, അതിനപ്പുറത്താണ് ശരിക്കും അള്ളാഹിന്റെ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതെന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിൽ നിന്ന് മാത്രം തട്ടിമാറ്റിക്കളയുന്ന വിപത്തുകളൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ അത് വേറെ ഒരാളോട്, വ്യക്തിയോട്, ശക്തിയോടൊന്നും ചോദിക്കാൻ പാടില്ല എന്നുള്ളത്. അതാണ് എൻ്റെ മർമ്മം. അത് നമ്മൾ ക്ലിയർ ആണെങ്കിൽ സ്വർഗപ്രവേശനത്തിനുള്ള ആ പാതയിലേക്ക്, വഴിയിൽ നമ്മൾ കയറി എന്നുള്ളതാണ്. അല്ലെങ്കിലോ നമ്മൾ അവിടെ വഴിൻ്റെ തുടക്കത്തിലിടന്ന് കുടുങ്ങും, അങ്ങോട്ട് കയറാൻ കഴിയില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാസ്പോർട്ട്. ഇതുണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആയിരിക്കണം. റസൂലുള്ളാഹി ചേർത്ത് പറഞ്ഞു, തുഖീമുസ്സലാ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആയിന്, ഇനി എനിക്കൊന്നും കഴിയൂല എന്നറിഞ്ഞിരുന്നാൽ പറ്റില്ല. ഇബാദത്ത് ചെയ്യണം, നമസ്കരിക്കണം. നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് അതതിന്റെ വക്തിന്, അല്ലെ, കിതാബൻ മൗഖൂത, തോന്നുമ്പോഴല്ല, തോന്നിയ പോലല്ല, അതതിന്റെ സമയമുണ്ട്. ആ സമയം വളരെ കൃത്യമായിട്ട് പാലിച്ച് ചെയ്യാന്നുള്ളതാണ്. സക്കാത്ത് കൊടുക്കണം. പലരും നിസ്കരിച്ചാൽ റെഡിയാണ്, ഒന്നാമത്തെ സഫിൽ വേണം നിൽക്കാൻ റെഡിയാണ്. നിസ്കാര ടൈം വരാൻ മാത്രം പാകത്തിൽ നിസ്കരിച്ചു. പക്ഷെ ഇസ്ലാം കാര്യം 5 ഓൾക്ക് 4 ഉണ്ടാവും. ഒരു ഷഹാദത്ത് ഉണ്ടാവും, നിസ്കാരം ഉണ്ടാവും, അതേപോലെ നോമ്പുണ്ടാവും, പറ്റുകയാണെങ്കിൽ ഉംറ ഹജ്ജൊക്കെ പോലെ ചെയ്യും. പക്ഷെ സക്കാത്തിന്റെ കണക്ക് പലയിടത്തുണ്ടാവും. എപ്പോഴും നമ്മളെ ചിന്ത, ഞാൻ ഇപ്പൊ എങ്ങനെ കൊടുക്കുക? ഇപ്പൊ സാധാരണ കൂലിപ്പണിക്ക് പോണ ഒരാൾ 1000 റുപ്യ കൂലിപ്പണിക്ക് പോണ ഒരാൾ 30 ദിവസം കൂലിപ്പണിക്ക് പോയാൽ അയാൾക്ക് 30,000 റുപ്യ കയ്യിലുണ്ടാവും, അല്ലെ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് 1500 വാങ്ങുന്നോല്, 2000 വാങ്ങുന്നോല്, 3000 വാങ്ങുന്നോലൊക്കെ ഉണ്ടാവും. കച്ചവടക്കാര് അവരുടെ ലാഭം മുതലൊക്കെ നോക്കേണ്ടതുണ്ടാവും. ഇങ്ങനെ നമ്മൾക്ക് എന്താണ് വരവ്, എന്താണ് അടിസ്ഥാന ചെലവ് എന്ന് നോക്കി പാവപ്പെട്ടവന്റെ അവകാശം എന്റെ കയ്യിലുണ്ടോ എന്ന് നോക്കുക. 2.5% ആളെ ചോദിക്കുന്നത്. 2.5%, 100 റുപ്യ ഉണ്ടെങ്കിൽ 2 റുപ്യ ചോദിക്കണം, അല്ലെ? 2 റുപ്യ. 1000 റുപ്യ ഉണ്ടെങ്കിൽ 25 റുപ്യ ഉള്ള ചോദിക്കണം. 10,000 റുപ്യ ഉണ്ടെങ്കിൽ 250 റുപ്യ ചോദിക്കാം. 1,00,000 റുപ്യ ഉണ്ടെങ്കിൽ 2,500 റുപ്യ ഉള്ള ചോദിക്കണം. അത് നമ്മളുടെല്ലാം. അത് ഇതിൽ കൂടിപ്പോയാൽ ഈ ബാക്കി 1,00,000 റുപ്യ ബാത്തിലായി. നമ്മളെല്ലാം വർക്കത്തും പോയി, നമ്മുടെ തൊഹൂറത്ത് കണ്ടത്, അതിന്റെ ശുദ്ധി അത് പോകും. ഇതാണ് കൊടുത്താലോ 1,00,000 അള്ള ഇരട്ടിപ്പിച്ച് തരുന്ന, 2,00,000ത്തിന്റെ വഴി തുറന്നു തരുന്നതാണ്. അള്ള അതിങ്ങനെ ഇരട്ടിപ്പിച്ച് തരുമെന്നാണ്. അത് ശരിക്കും വിശ്വാസമാണ്, യഖീനുമാണ്, ഉറപ്പുമാണ്. അള്ളന്റെ ആയത്ത് അള്ളനോട് പറഞ്ഞതിൽ ഉറപ്പുമാണ്. ഇരട്ടിപ്പിച്ച് തരുന്ന അള്ള പറഞ്ഞ ഇരട്ടിപ്പിച്ച് തരുന്നത് മനസ്സിലാണ്. കൊടുക്കുമ്പോ ധൈര്യം ഉണ്ടാവും. അപ്പൊ ഇത് ഇരട്ടി കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കാൻ തോന്നൂല. അത് അള്ളാന്റെ ആയത്തിനോടുള്ള നമ്മുടെ വിശ്വാസം. അവിശ്വാസം ഉറച്ചില്ല നമ്മൾ ഈമാനോടെ. റസൂലുള്ളാഹി പറഞ്ഞു, സക്കാത്ത് കൊടുക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സാധ്യമാകണവർക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇത് മുആദ് റളിയല്ലാഹു അൻഹു കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ നമ്മുടെ അഖീദ ശരിയാവുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുക, നമ്മുടെ ഇസ്ലാം കാര്യം ക്ലിയർ ആവുക. ഇതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തത്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. അതുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പാതയിൽ നമ്മൾ കയറും. രണ്ടാമത്തത്, ഇനി അവിടുന്ന് പറയണൊക്കെ ഉണ്ടല്ലോ, ഇഹ്സാനുമായി ബന്ധപ്പെട്ടാണ്, നന്മകളുമായി ബന്ധപ്പെട്ടാണ്, അമലുകൾ വ്യത്യസ്തമായി വ്യക്തിപരം, കുടുംബപരം, സാമൂഹ്യ തലത്തിലൊക്കെയുള്ള ഇടപെടലുകളുമായി ബന്ധപ്പെട്ടാണ് ഖുർആൻ അത് പറഞ്ഞു തരുന്നത്. ബാക്കി 9 കാര്യങ്ങൾ ഇത് പറയും. അതിൽ രണ്ടാമത്തത് പറയുന്നത് മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റമളാനിലും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, മിമ്പറിൽ കയറിയ ഒരു സംഭവം. ചെറിയ ഹദീസിൽ ചില ദുർബലതകളൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റു ചില റിപ്പോർട്ടുകളിലൂടെ ഒക്കെ ആ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് പറയുന്നത്, ഒന്ന് നോമ്പ് കാലത്ത് നോമ്പ് വെൽക്കാൻ ആയുസ് കിട്ടിയിട്ട് അയാളുടെ തെറ്റുകുറ്റങ്ങളൊന്നും പൊറുക്കപ്പെടാതെയാണ് അയാൾ മരിച്ചു പോണെങ്കിൽ അള്ളാന്റെ ലഅനത്ത് ഉണ്ടാവുന്നതാണ്. അള്ളാഹ് നമ്മളെ കാത്തു രക്ഷിക്കുവാനാവട്ടെ. രണ്ടാമത് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടി കാണിക്കുന്ന പിശുക്കന്മാരെ കുറിച്ചാണ്. അവർക്ക് അള്ളാന്റെ ലഅനത്ത് ഉണ്ടാകട്ടെ എന്നാണ്. മൂന്നാമത് പറഞ്ഞത് എന്താണ്? മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ, വാർദ്ധക്യത്തിലിരിക്കെ, അങ്ങനെ 2 മാതാപിതാക്കളെ കിട്ടിയിട്ട് ഒന്നിക്കൽ നമ്മൾ മരിക്കുമ്പോ അല്ലെങ്കിൽ അവര് മരിക്കുമ്പോ നമ്മളെപ്പറ്റി സംതൃപ്തി അടഞ്ഞിട്ടല്ല മരിക്കണത് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റസൂൽ പറഞ്ഞു അവർക്ക് ലഅനത്ത് ഉണ്ടാകട്ടെ എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പ്രാർത്ഥിക്കുന്നു. നബി എന്ത് ചെയ്യുന്നു? ആമീൻ ആമീൻ എന്ന് പറയാണ്. റസൂലുള്ളാഹി ആമീൻ പറഞ്ഞ വിഷയമാണ്.
വളരെ ഗൗരവമുള്ള വിഷയമാണ്. സ്വർഗം വേണോ, ഇതുണ്ടാകണം എന്നുള്ളതാണ്. ഒക്കെ മരിച്ച് പിരിഞ്ഞ് അതിൻ്റെ ആ വാപ്പ ഇമ്മ ഉണ്ടായ കാലത്ത് ചില കാര്യം പറഞ്ഞ് തീർക്കാണ്ടായി ഒരു കാര്യമില്ല. അതെ, വാപ്പ ഇമ്മയുള്ള കാലാണ് ഏറ്റവും പ്രധാനം നമുക്ക് മനസ്സിലാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരൊരു മുടക്കാച്ചെരുക്കായിട്ട് നമുക്ക് തോന്നരുത്. അസ്ഥി നുറുങ്ങുന്ന എത്രയെത്ര വേദനകൾ സഹിച്ചാണ് നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചത് എന്നൊരൊറ്റ കാരണം മതി. ഈ അടുത്തൊരു കുട്ടി അല്ലേ ഒരു ഉമ്മാനെ കൊന്നതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ ഉമ്മയുടെ കഴുത്തറുത്ത് കൊന്നത് എന്ന് പേരുള്ള മുസ്ലിം കുടുംബത്തിൽ ജീവിക്കുന്ന മദ്രസകളിൽ പഠിച്ചു പോകുന്ന ഒരു കുട്ടി പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. നമ്മൾ വിചാരിച്ചു ഇത് അവിടെ അല്ലേ ഇവിടെ അല്ലേ എന്നൊക്കെ. മുമ്പൊക്കെ അങ്ങനെയും അത് കൊല്ലത്തല്ലേ, തിരുവനന്തപുരത്തല്ലേ, അല്ലെങ്കിൽ ഈ കേരളത്തിലല്ലല്ലോ പുറത്തല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അതൊക്കെ നമ്മളെ വീട്ടുമുറ്റത്തേക്ക് വരികയാണ്. നമ്മൾ ഉണർന്നിരിക്കേണ്ടതുണ്ട്. ഉമ്മ ആരാ അല്ലേ? അത്ര ഗൗരവത്തിൽ റസൂലുള്ള അതിങ്ങനെ പറഞ്ഞു. ഉപ്പയുടെ ചോരയൂറ്റിയാണ് നമ്മൾ വളർന്നത് എന്ന് നമ്മൾ മറന്നു നോക്കാൻ പാടില്ല. ഉപ്പയുടെ ചോരയാണ് നമ്മൾ വളർത്തിയത്. ആ ഉപ്പയുടെ വിയർപ്പാണ് നമ്മുടെ ഇന്നത്തെ മസിൽ അല്ലേ. ഇപ്പം നമ്മൾ വാപ്പനേക്കാളൊക്കെ വളർന്നുണ്ടാവും. അപ്പോൾ വാപ്പൻ ഒരു പോരായി തോന്നുക, ബാപ്പ പറയണത് മനസ്സിലാകാതാകുക, ബാപ്പക്ക് പിച്ചും പെയ്യാണെന്നൊക്കെ നമുക്ക് തോന്നുക. ബാപ്പൻ്റെ വേദനകൾ പോലും നമുക്ക് സഹിക്കാൻ പറ്റാതാകുക. എങ്ങനെ സഹിക്കാൻ? പറയുമ്പോഴേ ആ മരുന്നൊന്ന് വാങ്ങി, മരുന്ന് ഇല്ല, അവിടെ ചുമണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്, അവിടെ വേദന ഉണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടാവില്ല തന്തേ എന്ന് പറയാൻ ഒരു മർക്കട മുഷ്ടിക്കാരനായ ഒരു മോന ആവശ്യമുണ്ടോ? നമ്മൾ ആലോചിക്കുക. നമ്മളെ സ്വർഗ്ഗമാണ് വലുത്. ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഖുർആൻ പറയണം വബിൽ വാലിദൈനി ഇഹ്സാന. അപ്പോൾ പെറ്റമ്മമാർ എങ്ങനെയാണ് പെരുവഴിയിലായി പോണേ? മുസ്ലിം കുടുംബങ്ങളിൽ എങ്ങനെയാണ് പെരുവഴിയിലായി പോണേ? മകൻ വിദേശത്തു നിന്ന് എത്തിയപ്പോൾ മാതാപിതാക്കളുടെ അസ്ഥി കൂടാണ് കയ്യിൽ കിട്ടിയത് എന്ന വാർത്ത വായിച്ച നാട്ടിലാണ് നമ്മൾ ജീവിക്കണേ. വിദേശത്തെത്തിയപ്പോൾ തന്നെ വിളിച്ചു നോക്കാഞ്ഞിട്ടാണല്ലോ, അന്വേഷിക്കാഞ്ഞിട്ടാണല്ലോ, അയലക്കാരോടൊന്ന് പറഞ്ഞു നോക്കാഞ്ഞിട്ടാണല്ലോ, കുടുംബക്കാരൊക്കെ വന്നു നോക്കാഞ്ഞിട്ടാണല്ലോ. മാതാപിതാക്കളുടെ വിഷയത്തിൽ വലിയ ഗൗരവത്തിലാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ നിഷ്കുർലി, എനിക്ക് ശുക്ർ കാണിക്കണേ, വലി വാലിദൈക, ഇന്റെ മാത്രം കിട്ടിയാൽ പോരാ, നിങ്ങൾക്ക് സ്വർഗം വേണ്ടി, വലി വാലിദൈക, മാതാപിതാക്കളുടെ വിഷയങ്ങൾ നന്നായിട്ട് പരിഗണിച്ചാളി എന്ന് പറയാണ്. ഞാനിങ്ങനെ ചുരുക്കി ഇങ്ങനെ പോവാം, നമുക്കറ്റ മുഴുവൻ പറയാൻ കഴിയില്ല. റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ അയ്യുൽ അമലു അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് റസൂലേ? 3 കാര്യം റസൂലുള്ള പറഞ്ഞു. ഒന്ന് അസ്സലാത്തു അലാ വഖ്തിഹാ, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരത്തിന്റെ സമയത്ത് ആട്ടെ 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 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ഒതുമ്പിൽ ലൂഹർ അസറും കൂടി കിട്ടുന്ന ഒരു സമയം ഉണ്ടാകുമ്പോൾ ലൂഹർ തീരാൻ നേരത്ത് നിസ്കരിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ അസറ് വാങ്ങാണ്ട് കൊടുക്കും. അപ്പോൾ അസറുമായി ലാഭാണ്. അപ്പോൾ എല്ലാം മേലിൽ നനക്കണ്ട, കുറച്ച് സമയം മെനക്കെട്ടാൽ മതി. അങ്ങനല്ല, ആ അവ്വൽ വക്താണ് അതിൻ്റെ വക്ത്, ഏറ്റവും അഫ്ളലായ വക്ത് നമ്മളത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞത് ബിർറുൽ വാലിദൈൻ എന്നാണ്. മൂന്നാമത് പറഞ്ഞത് അൽ ജിഹാദ് ഫീ സബീലില്ല എന്നാണ്. അപ്പോൾ സുമ്മ ഐ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ള പറയാണ് രണ്ടാമത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുത്താളാ എന്ന് പറയാൻ. അപ്പം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് നമ്മുടെ സ്വർഗം, മാതാപിതാക്കളുടെ കോപത്തിലാണ് നമ്മുടെ നരകം. ഏതാ വണ്ടിയും നമ്മൾ ചൂസ് ചെയ്യണം, കുറച്ച് ക്ഷമിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാലിലോട്ടുള്ള സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ അത് കിട്ടണമെങ്കിൽ കുറച്ച് പണിയുണ്ട് എന്ന് തന്നെയാണ്. നമ്മൾ കുറച്ച് മെനക്കെടേണ്ടി വരും. അങ്ങനെ ചാൻസ് കിട്ടുന്ന കുറേ ആൾക്കാരുണ്ടാവും, പക്ഷെ അത് ഉപയോഗപ്പെടുത്താതെ പോകരുത് എന്നാണ്. മൂന്നാമത് പറഞ്ഞത് വബിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കളോട് നല്ല നിലക്ക് നിൽക്കണം. അടുത്ത ബന്ധുക്കളോട് സ്വർഗം വേണോ? അടുത്ത ബന്ധുക്കളോട് നല്ല നിലക്ക് നിൽക്കണം. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം റഹിമു ഷിജിനത്തുൻ, കുടുംബ ബന്ധം എന്നുള്ള അള്ളാഹുവിന്റെ അർശുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരു കുടുംബം തകരുമ്പോൾ, ഒരു കുടുംബം വിവാഹമോചനം ചെയ്യപ്പെടുമ്പോൾ ഒക്കെ അർശിങ്ങനെ കിടുങ്ങുന്നതാണ്. അള്ളാഹിന്റെ സിംഹാസനം ഇങ്ങനെ വിറകൊള്ള അല്ലെ. നമ്മുടെ നാട്ടിലൊക്കെ ഇന്നിപ്പോൾ അതിനൊന്നും ഒരു ലൈസൻസ് ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റൂലെങ്കിൽ വേം പിരിഞ്ഞാളി എന്നാണ് എല്ലാ മെസ്സേജും കിട്ടുന്ന കുട്ടിയേക്ക് അല്ലേ. ഒരു ദിവസം നിൽക്കുക, രണ്ടാമത്തെ ദിവസം പോരും. എന്തേ പോകുന്നു? അവിടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അയാൾ ശരിയാവില്ല, അല്ലെങ്കിൽ ഓള് ശരിയാവില്ല. എത്ര പെട്ടെന്നാണ് നമ്മുടെ വിവാഹ ജീവിതത്തെ വലിച്ചെറിയണത്, കുടുംബ ജീവിതത്തെ പൊട്ടിച്ചു പോരുന്നത്, കുടുംബ ബന്ധങ്ങൾ. ഖുർആൻ റസൂലുള്ള പറഞ്ഞു ഫമൻ വസലഹ വസൽതുഹു വമൻ ഖതഅഹ ഖതഅതുഹു. ഈ കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ടോ? അല്ലാഹു പറയാണ് ഞാൻ അവനുമായി ബന്ധം ചേർത്തിരിക്കുന്നു. കുടുംബ ബന്ധം ചേർത്ത അങ്ങക്കാർക്കും താല്പര്യമില്ലേ? മുറിക്കാന താല്പര്യം, മുറിച്ചോ.
ഞാനത് അവനായിട്ടുള്ള ബന്ധം മുറിച്ചിരിക്കുന്നു. അള്ളാഹ് നമ്മളായിട്ടുള്ള ബന്ധം മുറിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ സ്വർഗം കിട്ടുക, എങ്ങനെ നമ്മൾ സ്വർഗത്തിലേക്ക് പോവുക, നമ്മളത് ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ തെറ്റി നിൽക്കാൻ 100 കാരണങ്ങൾ പറയാൻ നമുക്ക് ഉണ്ടാവും. എന്താ ഈ ബാപ്പേറ്റും ഉണ്ടാത്ത കുറെ കാരണം നമുക്ക് പറയാം. എന്താ ഈ ഉമ്മയ്ക്ക് തെറ്റിക്കണേ, കുറേ കാര്യം പറയാം. എന്താ ഈ ഭാര്യയായിട്ട് ഭർത്താവിനോട് തമ്മിൽ തെറ്റി നിൽക്കുന്നത്, എന്താണ് നീ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അമ്മായിയോട്, അല്ലേ, വല്യമ്മനോട്, മരുമക്കളോട്, അമ്മായിമ്മയോട്, അമ്മോശനോട് എന്താ തെറ്റി നിൽക്കണേ, പണങ്ങി നിൽക്കണേ, 100 കാരണങ്ങൾ നമുക്ക് പറയാണ്ടാവും. നമ്മളൊക്കെ നല്ല വാചാലന്മാരാണ്, ന്യായം പറയാൻ നമ്മൾ ഉഷാറാണ്, അല്ലേ. നമ്മളെ മുന്നിലൊന്നും ഒരാളും പിടിച്ചിക്കൂല, ജയിക്കൂല, അതിനകത്ത് നമുക്ക് പറയാനുള്ള പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടതുണ്ടല്ലോ, ഒരു പോയിന്റാണ്, ഒരു കാരണമാണ് അവരേറ്റ് നമുക്ക് ചേർന്ന് നിൽക്കാനുള്ളത് എങ്കിൽ മറ്റത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിട്ടെങ്കിലും പ്രിയപ്പെട്ടവരെ അവരുമായി ചേർന്ന് നിൽക്കുക. എന്തിനായിരിക്കും നമ്മൾ തെറ്റി നിൽക്കണത്? നമ്മളെ ഖബറിൻ്റെ ചുറ്റും വന്നിട്ട് വളരെ ഇഖ്ലാസോടു കൂടി ദുആ ചെയ്യാൻ വരുന്ന ആൾക്കാർ ആരായിരിക്കും? നമ്മളെ സുഹൃത്തുക്കൾ ഉണ്ടാവും, കൂടെ ജോലി ചെയ്തവരുണ്ടാവും, സംഘടന ആദർശ ബന്ധുക്കൾ ഉണ്ടാവും, പലരും ഉണ്ടാവും, എല്ലാവരും പോകും, അല്ലേ. പക്ഷേ ഒരു തുള്ളി കണ്ണീരിറ്റിച്ചിട്ട് നമ്മളെപ്പറ്റി ഏറ്റവും കാര്യങ്ങൾ അടുത്തറിഞ്ഞ് ചെറുപ്പം മുതൽ വലിപ്പം വരെ നമ്മളെ കൂടെ നടന്ന നമ്മളെ കൂടപ്പറപ്പുകളുടെ ദുആ ഉണ്ടല്ലോ, നമ്മുടെ രക്തബന്ധുക്കളുടെ ദുആ ഉണ്ടല്ലോ, നമ്മുടെ കുടുംബ ബന്ധുക്കളുടെ ദുആ ഉണ്ടല്ലോ, അതിനേക്കാളും വലുതും വരില്ല ഒന്നും. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ പക ആരോടാ? നാട്ടുകാരോടാ, സുഹൃത്തുക്കളോടാ, കൂടെ ജോലി ചെയ്യണവരോടാ, അകന്ന നാട്ടുകാരോടാ, മറ്റുള്ള അയലക്കാരോടാ. ഏറ്റവും നിങ്ങൾ എടുത്തു നോക്കി, കുടുംബം തെറ്റിയാൽ ഏറ്റവും അടുത്ത പക ബാപ്പക്ക് മോനെ കണ്ടോടാ. ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മയ്യത്ത് കാണാൻ വരണ്ടെന്നൊക്കെ പറയും. ആരും? സ്വന്തം മോനോട്, സ്വന്തം ബാപ്പനോട്, സഹോദരങ്ങൾ മറ്റ് സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അമ്മോൻ അമ്മായിനോട്, ഇങ്ങനെയൊക്കെ പറയണം. ആരാണ് നമ്മുടെ ഖബറിന് തൊട്ടടുത്ത് വന്ന് പടച്ചോനെ എൻ്റെ പ്രിയപ്പെട്ടവനാണ് ഈ കെടുക്കുന്നത്, പുറത്തു കൊടുക്കണേ എന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കാൻ ഏറ്റവും കടപ്പെട്ടവരും ഏറ്റവും പ്രിയപ്പെട്ടവരും നമ്മളെ ഈ ബന്ധുക്കളായിരിക്കും. ഓലേറ്റാണ് നമുക്ക് ഏറ്റവും വലിയ പക. എങ്ങനെ നമ്മൾ സ്വർഗത്തേക്ക് പോവുക നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ക്ലിയർ ആക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടത്. റമദാനിനൊക്കെ ഏറ്റവും നല്ല ചാൻസാണ്. ഒരു ഫോൺ കോൾ മതിയാവും. മുഖത്ത് നോക്കിയാൽ ചിലപ്പോൾ നമുക്കൊരു ഒരു ഒരു എന്താണ് സഭാകമ്പൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കുറേ കാലമായി ഉണ്ടാവുകയും ഒരു ഫോൺ നമ്പർ, ആ നമ്പർ ഒന്ന് വാങ്ങിയിട്ടൊന്ന് വിളിച്ചിട്ട് ഇന്നെ ഞാനാണ്, ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, ഈ പൊരുത്തപ്പെട്ട ആൾട്ടോ, എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കുകയാണ്, സ്വർഗം വേണ്ടടാ മതിയാവും. ചിലപ്പോൾ കണ്ണീര് തൂക്കി അപ്പുറത്ത് മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിലും മനസ്സൊരുക്കണ ചില മനുഷ്യരുണ്ടാവും. ചിലപ്പോൾ ഒരു ഫോൺ കോളിൽ തീരും, ഒന്ന് കൈയൊടിച്ചാൽ തീരും, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരും, ഒന്ന് നമ്മൾ ആ കോലായി വരെ ഒന്ന് പോയാൽ തീരും, ചിലപ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ തീരും, അല്ലേ. അത്ര നിസ്സാരമായ കാര്യങ്ങളുണ്ടാവും. ഒന്നും ഒരാൾ കൊണ്ടുപോകില്ല കേട്ടോ. പോകുമ്പോൾ ആ ബോധം നമുക്ക് വേണം. അല്ലെങ്കിൽ സ്വത്തിൻ്റെ പേരിലൊക്കെയാണ് പ്രശ്നം, അല്ലേ. 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടി, ഒരു തെങ്ങും തൈക്ക് വേണ്ടി, ഒരു പ്ലാവും തൈക്ക് വേണ്ടി, ഒരു തേക്കും തൈക്കൊക്കെ വേണ്ടി മാസങ്ങളോളം വർഷങ്ങളോളം തെറ്റി നിൽക്കുന്ന കുടുംബങ്ങളുണ്ട്. ഖുർആൻ പറയാണ്, വബിദിൽ ഖുർബ, നിങ്ങൾക്ക് കുടുംബ ബന്ധം പുലർത്താൻ കഴിയും, സ്വർഗ്ഗം അല്ലാഹ് തരും എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. 4ാമത് പറഞ്ഞത് യതാമ, അനാഥകളുടെ വിഷയം. അനാഥകൾ വലിയ വിഷയമാണ്. പലപ്പോഴും നമ്മൾ എല്ലാ കാര്യത്തിലും ഇടപെടും. ഖുർആൻ പറഞ്ഞു, പിതാവ് മരിച്ച പ്രായപൂർത്തിയാവാത്ത മക്കളാണ് യതീമുകൾ. അന വകാഫിലുൽ യതീമി ഫിൽ ജന്ന, ഞാനും യതീമുകളെ സംരക്ഷിക്കുന്നവളും സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അല്ലേ. ഹക്കദ എന്ന് പറഞ്ഞതാണ്. ആ 2 വിരലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്തിരിക്കുക, റസൂലുള്ളാഹിന്റെ ഔദുൽ കൗസറിന് വെള്ളം കിട്ടുക, റസൂലുള്ളാഹിനോടൊപ്പം ആ സ്വർഗത്തിൽ ഇങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുക. എന്തൊരു രസമാണ്. അതിന് ചാൻസ് ഒരുക്കണമല്ല. യതീങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നാണ്. അപ്പോൾ അവസരമില്ലാഞ്ഞിട്ടാണോ? പുളിക്കൽ മഹല്ല് മാത്രം എടുത്തു നോക്കിയാൽ, നമ്മളൊരു കണക്കെടുത്താൽ നമ്മളെ ചുറ്റുവട്ടത്ത് എത്ര എത്തീം കുട്ടികളുണ്ടാവും? ഒരു എത്തീം കുട്ടികളിടത്തൊരു വിധവ ഉണ്ടാവും. രണ്ടും നമ്മൾക്ക് ബാധ്യതപ്പെട്ട വിഷയമാണ്. ഒരു എത്തീം കുട്ടി ഉണ്ടെങ്കിൽ അവിടെ ഒരു വിധവയുണ്ട്. നേരത്തെ ഭർത്താവ് മരണപ്പെട്ട ഒരു പെണ്ണവിടെ ഉണ്ട്. എന്തൊക്കെ ആക്ഷേപങ്ങൾക്കിടയിലാണ് അവർ ജീവിക്കുന്നത്. 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ അവർ പാടുപെടുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ ഉത്തരവാദിത്തമാണ്. ഖുർആൻ പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള വഴിയാണ് യതീം കുട്ടികൾ. 5ാമത് പറഞ്ഞു വൽ മസാക്കീൻ, മിസ്കീമാരെ കുറിച്ചാണ് പറഞ്ഞത്. പാവപ്പെട്ടവർ. അല്പമൊക്കെ വകയുണ്ട്, പക്ഷെ അതുകൊണ്ട് തികയാത്ത ചില മനുഷ്യരുണ്ട്. പക്ഷെ അഭിമാനം കൊണ്ട് അവർ ആരോടും ചോദിക്കൂല. കണ്ടാൽ ചിരിച്ചങ്ങനെ പോകും, പക്ഷെ ഉള്ളിൽ എല്ലാം വിഷമം ഒതുക്കി വെച്ചവർ പോകും. ഫക്കീറന്മാരങ്ങനെയല്ല, അവർ ചോദിച്ചു വാങ്ങും.
അവര് കത്ത് തരും, അല്ലെങ്കിൽ നമ്മളത് പിന്നെ എവിടെയെങ്കിലും അവർ അത് അറിയിക്കും. മിസ്കിന്മാരങ്ങനെ നമ്മളത് സ്വകാര്യമായി അന്വേഷിക്കേണ്ടി വരും. അയൽവാസികളിൽ നിന്നുള്ള വിവരം കൊണ്ടോ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോഴോ നമ്മുടെ സൗഹൃദത്തിലൊക്കെയാണ് നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. അഭിമാനം കൊണ്ട് പുറത്ത് പറയാൻ മടിക്കുന്ന മിസ്കിന്മാരുണ്ടാവും അല്ലേ. കൽ മുജാഹിദ് ഫീ സബീലില്ലാ എന്ന് അവരെ പറ്റി പറഞ്ഞേ. മിസ്കിന്മാരാ ക്ഷമനെ പറ്റി കൽ മുജാഹിദ് ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്യുന്നവരെ പോലെയാണ് അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലെ, വിധവയ്ക്ക് വേണ്ടി അധ്വാനിക്കുക, മിസ്കിന് വേണ്ടി പണിയെടുക്കുക, ഇതൊക്കെ മുജാഹിദ് ഫീ സബീലില്ലാ പോലെയാണ്. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണവനെ പോലെയാണെന്നാണ്, അത്ര പ്രതിഫലാർഹമാണ്. അപ്പൊ അതൊക്കെ നടത്തണോലും അതിനൊക്കെ പിന്നിൽ ഓടി പാഞ്ഞു നടക്കണോലും അതിനൊക്കെ വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മളതൊരു വെറുതെ ഒരു പണിയാണെന്ന് വിചാരിക്കരുത്. അവരൊക്കെ അള്ളാഹുവിന്റെ അടുത്ത റസൂലുള്ളാഹിന്റെ ചാരത്തിരിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റത് ആറാമത്തതായി പറഞ്ഞത് വൽ ജാരിദിൽ ഖുർബ എന്നാണ്. അടുത്ത ബന്ധുവായ അയൽവാസിയാണ്. അതായത് അയൽവാസികൾ രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് നമ്മൾ കുടുംബക്കാരൊന്നും ആവില്ല, നമ്മളെ അയൽവാസിയാണ്. മറ്റേ നമ്മളെ കുടുംബം തന്നെ ആയിരിക്കും. ഏട്ടന്, അഞ്ചന്, കുടുംബക്കാര്, എളാപ്പാന്റെ മക്കള്, മുത്താപ്പന്റെ മക്കള്, അങ്ങനെ കുടുംബക്കാരായിട്ടുള്ള അയൽവാസികളുണ്ട്. ബന്ധുക്കളായ നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന അയൽവാസികൾ, അവരോട് നമുക്ക് കടമുണ്ടെന്നാണ് റസൂൽ പറഞ്ഞു. ഇന്നലി ജാറൈനി ഫൈല, റസൂലിന്റെ അടുത്ത് വന്നിട്ട് സഹാബി ചോദിക്കണം, ഇന്നലി ജാറൈനി, എനിക്ക് രണ്ട് അയൽവാസികളുണ്ട് നബിയെ, ഫ ഇല അയ്യുഹുമാ ഉഹ്ദിയ, ഞാൻ എന്തെങ്കിലും ഹദിയ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ആദ്യം ആരെ പരിഗണിക്കേണ്ടത്? ഇല അഖരിബിഹിമ മിൻകി ബാബൻ, നിന്റെ വീടിന്റെ ആ വാതിലിനോട് ചേർന്ന് ആരാണോ അടുത്തുള്ളത് അവരെ നീ ആദ്യം പരിഗണിക്കുകയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുടുംബക്കാരായ അയൽവാസികൾക്ക് കുറച്ചുകൂടി നമ്മൾ പരിഗണന കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഏഴാമത് പറയുന്നത് വൽ ജാരിൽ ജുനുബ്, അകന്ന അയൽവാസിയാണ്. അകന്ന അയൽവാസി, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. റസൂൽ പറയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ എന്നാണ് നേരെ ചോദിച്ചാൽ, നിങ്ങളുടെ ഈമാൻ ശരിയായിനോ? ഫൽ മോൻകാന യുഅ്മിനു ബില്ലാ, അള്ളണ്ട് നിങ്ങൾക്ക് ഉറപ്പായിനോ? വബിൽ യൗമിൽ ആഖിർ, ആഖിറുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിനോ? ഫൽ യുക്രിം ജാറഹു, നിങ്ങൾ അയൽവാസിനോട് മാന്യമായി നിന്നോളി എന്നുള്ളതാണ്. അവരോട് മുണ്ടണം, അവരോട് വർത്താനം പറയണം, ഓൽക്കാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാവും എന്നെങ്കിലും ഉറപ്പുവരുത്തണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മുസ്ലിങ്ങളുടെ ഒരു ഇതിൽപ്പെട്ടതല്ല എന്നുള്ളതാണ്. നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇന്ന് കാലാവസ്ഥകൾ മാറി, നമ്മുടെ സാമൂഹ്യ ക്രമങ്ങൾ മാറി, വലിയ മതിലുകളൊക്കെ ആയി, അയൽപക്കത്തുള്ളതും നമ്മൾ അറിയാതെയായി. അതൊക്കെ ചില പോരായ്മകളും പരിമിതികളൊക്കെയാണ്. എങ്കിലും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പ്രിയപ്പെട്ടവരെ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ അകന്ന അയൽവാസിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ മതം പറഞ്ഞില്ല, ജാതി പറഞ്ഞില്ല, ഇതിലൊന്നും വിഷയമല്ല. മുഅ്മിനും മുസ്ലിമുമാണെങ്കിൽ കടമയും കടപ്പാടും കൂടും. നമ്മളെ അയൽവാസി മുഅ്മിനും മുസ്ലിമും ആണെങ്കിൽ കടമയും കടപ്പാടും കൂടി കുറച്ചുകൂടി പവറുള്ളതായി. എന്നാൽ മറ്റ് അയൽവാസികളാണെങ്കിലോ നമുക്ക് ബാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അവിടെ റസൂലുള്ളാഹി ജാറിനെ പറ്റി പറഞ്ഞപ്പോൾ അവരുടെ മതോ മറ്റ് കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ്. എട്ടാമത്തത് പറയുന്നത് വസ്വാഹിബി ബിൽ ജുൻബ് എന്നാണ്, സഹവസിക്ക. നമ്മളോട് സഹവാസം പുലർത്തുന്ന ആൾക്കാരുണ്ടാവും, നമ്മളെ കണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലേ. ചിലപ്പോൾ ഒരു മുതലാളിമാരെ ചുറ്റിപ്പറ്റിയായിരിക്കും, ചിലപ്പോൾ ഒരു കട ചുറ്റിപ്പറ്റിയായിരിക്കും, ചിലപ്പോൾ നമ്മളെ വീട് ചുറ്റിപ്പറ്റിയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സ്ഥാപനം ചുറ്റിപ്പറ്റിയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കും, നമ്മുടെ സഹപ്രവർത്തകർ, ചിലപ്പോൾ നമുക്ക് യാത്രയിലുള്ള ഒരു കൂട്ടായിരിക്കും അല്ലേ, ചിലപ്പോൾ നമ്മുടെ സ്നേഹിതന്മാരിൽ പെട്ടവരായിരിക്കും. അങ്ങനെ പരസ്പരം നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ താങ്ങും തണലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഇഹ്സാൻ ചെയ്യണം എന്നാണ്. എന്തൊരു ദീനാണിത്, ആരെ പറ്റി അതിൽ പറയാത്ത. നമ്മളായിട്ടൊരു ബന്ധമില്ല, നമുക്കൊരു സൗഹൃദ ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ലവനാണ്, നല്ല മനസ്സുള്ളവനാണ്, നമ്മളോട് ഒട്ടി നടക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്താലേ അയാൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. എട്ടാമത് പറഞ്ഞു. ഒൻപത് പറഞ്ഞത് ഇബ്നു സബീലാണ്, വഴിയാത്രക്കാരനോ. നാട് വിട്ട് പോന്നതാവും, ഇവിടെ കുടുങ്ങിപ്പോയി ഉണ്ടാവും, ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും, പോലീസ് കേസ് പെട്ടിട്ടുണ്ടാവും,
ഇഖാമയില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ രേഖകളൊക്കെ നഷ്ടപ്പെട്ടവരോ, നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വന്ന് ഇവിടുന്ന് പണം നഷ്ടപ്പെട്ടവരോ, പോക്കറ്റ് അടിക്കപ്പെട്ടവരോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പണ്ടൊക്കെ നമ്മുടെ പള്ളികളിൽ അങ്ങനെ ഒരു ചായ്പ് ഉണ്ടായി. ഇപ്പൊ പിന്നെ കാലമൊക്കെ അങ്ങോട്ട് മാറിയോണ്ട് നമുക്ക് തന്നെ ഒരു വിശ്വാസ്യത പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ പോയിപ്പോൾ. പക്ഷേ ഈ വഴി യാത്രക്കാരായ ആളുകൾ, അതിഥികളായി വന്നവർ, വിദേശ സഞ്ചാരികൾ, അല്ലെ, നല്ല ഉദ്ദേശത്തോടു കൂടി വന്ന ആളുകളെ നിങ്ങൾ പരിഗണിക്കണം, അവർക്ക് ഇഹ്സാൻ ചെയ്യണമെന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുക. 10ാമത്തെ പോയിന്റ് അടിമകളെ കുറിച്ചാണ്. വമാ മലക്കത്ത് ഐമാനുഹും, നിങ്ങൾ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവർ. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ചില അടിമകളെ കല്യാണം കഴിച്ചവരുണ്ടാവും, ചിലരുടെ കീഴിലുള്ള അടിമകൾ ഉണ്ടാവും. ഇന്നിപ്പോ നമുക്ക് അടിമ സമ്പ്രദായങ്ങളൊന്നുമില്ല. അടിമകൾ എന്ന് പറഞ്ഞാൽ അന്ന് ഭാരം പേറിയ മനുഷ്യരാണ്, പെരടി കുടുങ്ങിപ്പോയ മനുഷ്യരാണ്. ഖുർആൻ പറയണതാണ്, ആ മലമ്പാത താണ്ടി കടന്നോ നീ? എന്തായി മലമ്പാത? ആ മലമ്പാത താണ്ടി കടന്നിട്ടില്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ കഴിയില്ല എന്നാണ് അതിൽ പറഞ്ഞത്. പട്ടിണി കിടക്കണവനെ കുറിച്ചാണ്, പെരടിയിൽ ഭാരം കുടുങ്ങിപ്പോയ അടിമത്തം പേറുന്ന മനുഷ്യരെ കുറിച്ചാണ്, അല്ലേ? മണ്ണ് പുരണ്ടുപോയി ജീവിതം കഴിക്കുന്ന പാവപ്പെട്ടവനെ കുറിച്ചാണ്. അതാണ് മലമ്പാത. അത് നമ്മൾ കയറി കടക്കണം എന്നാണ്. അത് കടക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാകുക. ഇവിടെ അടിമ സമ്പ്രദായം നഷ്ടപ്പെട്ടെങ്കിലും അടിമകളെ പോലെ ഭാരം പേറുന്നവർ നമ്മുടെ കയ്യാളുകളുടെ കൂട്ടത്തിലുണ്ടാവും. നമുക്ക് വേണ്ടി പണിയെടുക്കുന്നവർ, നമ്മുടെ സഹായികൾ, നമ്മുടെ വേലക്കായി, നമ്മുടെ സ്ഥിരം ആളുകൾ. അങ്ങനെ കുടുംബഭാരം പേറുന്നവർ, കടഭാരം പേറുന്നവർ, അങ്ങനെ പെരടി കുടുങ്ങിപ്പോയി ആൾക്കാരുടെ ഇടയിൽ തല പൊന്തിച്ച് നടക്കാൻ വയ്യ, കാരണം വാങ്ങിയും കൊടുക്കാനില്ല, എങ്ങനെ മുന്നിൽക്കൂടെ പോകാന്നൊക്കെ വിചാരിച്ച് കുടുങ്ങിപ്പോയ കുറേ മനുഷ്യന്മാരുണ്ടാവും. അവരുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ ഇഹ്സാൻ ചെയ്യൂ എന്ന് ഖുർആൻ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിലൊന്ന് നമ്മുടെ അഖീദയാണ്. അത് ശരിയായാലുണ്ടല്ലോ, അത് മനസ്സിൽ ഇങ്ങോട്ട് ആഴത്തിൽ പതിഞ്ഞാൽ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ കാലത്ത് അറബ് സമൂഹം എങ്ങനെയും പോക്കിരികളെയും കാപ്പിരികളെയും അടുക്കാൻ പറ്റാത്ത സ്വഭാവം, കൊലവിളികളെയും കുരുത്തക്കിടയും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ഓരോ ഉള്ളിലേക്കിറങ്ങിയപ്പോൾ ഓരോ ശരീരം നന്നായി, മനസ്സ് നന്നായി, വ്യക്തി ജീവിതം നന്നായി, പരസ്യ ജീവിതം നന്നായി, രഹസ്യ ജീവിതം നന്നായി, കുടുംബജീവിതം നന്നായി, സമൂഹത്തിൽ ഇടപെടലൊക്കെ നന്നായി, അല്ലെ? പോക്കിരിയായി നടന്നവരൊക്കെ എത്ര ദുർബലനായ മനുഷ്യനെ പോലെ വളരെ നിർമ്മലമായ മനസ്സിന് ഉടമകളായി മാറിയില്ലേ? എത്ര നല്ല, അങ്ങനെ ഒരു വചനത്തിന് ഉടമകളാണ് നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കയ്യിലുള്ള മുവഹ്ഹിദുകളാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളത് കൃത്യമായി മനസ്സിലാക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഖുർആന്റെ മാസാണല്ലോ. ഖുർആനൊരു പേരുണ്ട്, റൂഹ് എന്നതിൻ്റെ പേര്. റൂഹ്, ഖുർആന്റെ പേര് റൂഹ് എന്ന് ഖുർആനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ റൂഹില്ലെങ്കിൽ ഒരു കാര്യമില്ല. വേഗം കൊണ്ടുപോയാണ്ട് വെച്ചാളിയാൽ റൂഹാണ്ട് പോയാൽ വീട്ടിൽ നിർത്തൂലവില്ല, വേഗം കൊണ്ടുപോയിക്കൊള്ളിനും. ഖുർആൻ അങ്ങനെയാണ്, റൂഹായി മാറണം. അതിനെപ്പോഴും ജീവൻ ഉണ്ടാകണം. നമ്മൾ പാരായണം ചെയ്യണം, പഠിക്കണം, അതിനെപ്പറ്റി നമ്മുടെ ആലോചനയിൽ ഉണ്ടാകണം. ആ റൂഹ് നൂറായി വരുന്ന സമയത്ത് വെളിച്ചമാവും. അത് നമ്മുടെ റൂഹായിട്ട് തൊടുമ്പോഴാണ് വെളിച്ചം കിട്ടുക. ഖുർആനാകുന്ന റൂഹ് നമ്മുടെ ശരീരത്തിലെ റൂഹുമായിട്ട് ഇങ്ങോട്ട് മുട്ടുമ്പോൾ അത് നൂറായി പ്രകാശിക്കും, വെളിച്ചം വെക്കും. നമ്മുടെ നെഞ്ചിൽ ഇരുട്ട് മാറും, അന്ധതകൾ മാറും, അന്ധവിശ്വാസങ്ങൾ മാറും, നമ്മുടെ മനോരോഗങ്ങൾ മാറും, നമ്മുടെ മനസ്സിൻ്റെ മലിനമായ വിചാരങ്ങളുണ്ട്, ദോഷങ്ങൾ, ദുസ്വഭാവങ്ങൾ, അതൊക്കെ മനസ്സിൻ്റെ ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അനാവശ്യമായ അസൂയ, കുശുമ്പ്, കുന്നായി, ഇത്തരം രോഗങ്ങളൊക്കെ മാറി അത് വെളിച്ചം വെക്കും. അങ്ങനെ വെളിച്ചം വെക്കുമ്പോൾ ഖുർആൻ വേറൊരു പേര് വിളിച്ചിട്ടുണ്ട്, മാഹു ഷിഫാഉൻ ലിമാ ഫി സുദൂർ എന്നാണ് പറയുന്നത്. ഷിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ മനസ്സിന് അത് സ്വസ്ഥത നൽകുന്നതാണ്, സമാധാനം നൽകും, ഷിഫ നൽകും, സുഖം നൽകും, ഒരു കുളിര് കിട്ടുമെന്നാണ്. അതിനാണ് റമളാൻ, അതിനാണ് ഖുർആൻ. ആ ഖുർആനിലെ ഒരായത്താണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ സ്വർഗത്തിൻ്റെ വഴികളിലൂടെ നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അവസാനമായി സ്വർഗത്തിൽ വന്നൊരു മനുഷ്യന് കിട്ടിയ സ്വർഗത്തിൻ്റെ അനുഗ്രഹം എത്ര വലുതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇബാദത്തും പടച്ചോനെ തവക്കുലാക്കി നല്ല ജീവിതം ജീവിച്ചാൽ ആ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കും. അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തും മനുഷ്യരോട് ഇഹ്സാൻ കാണിച്ചും നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ.
അള്ളാഹു അറിവില്ലായ്മ കൊണ്ട് അജ്ഞത കൊണ്ട് ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ പോരായ്മകളും ഈ പരിശുദ്ധ റമളാനിന്റെ മഹത്തായ ദിനങ്ങളിൽ ഞങ്ങളുടെ ദുആ കൊണ്ട് നിന്റെ ഫള് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ ഈ പുളിക്കൽ ഞങ്ങളുടെ മഹലിലെ പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് ഒരുപാട് ജനാസ നമസ്കാരമാണ് നമ്മുടെ പള്ളിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ, അരമണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ഓരോ നമസ്കാരങ്ങൾ. അങ്ങനെ മരണപ്പെട്ടു പോയവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അവരെ നമ്മൾ ഓർക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹുവെ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെയൊക്കെ സുഹൃതങ്ങൾ നീ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനായ നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. നമ്മുടെയൊക്കെ വീടുകളിൽ സുഖമില്ലാതെ കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ആശുപത്രികളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ കൂട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹുവെ, പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണം റഹ്മാനെ. അവരെ കൂട്ടിരിക്കുന്നവർക്ക് ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വമ്പിച്ച പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ നോമ്പ്, ഞങ്ങളുടെ സദഖകൾ, ഞങ്ങളുടെ അമൽ സാലിഹാത്തുകൾ, ഞങ്ങളുടെ ഇബാദത്തുകൾ എല്ലാം നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ നാഥ, എല്ലാ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ദീനിനെയും ഞങ്ങളുടെ ഉമ്മത്തിനെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണം റഹ്മാനെ. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവർ, ശാരീരികമായി അവശത അനുഭവിക്കുന്നവർ, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, അള്ളാഹുവെ, എല്ലാവരുടെയും വിഷമങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. اللهم ارحم لنا يا أرحم الراحمين. اللهم اغفر لنا يا غافر المذنبين. اللهم ارزق لنا يا خير الرازقين. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد. السلام عليكم ورحمة الله وبركاته.